നമസ്കാരം. പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് പിന്തുണ തേടിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ചില പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂലമായ രീതിയിൽ ഇവ പരിഹരിക്കാമെന്ന് ഇരുവരും ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നതിനായി ഉടൻ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ ധവളപത്രം പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ വികസന ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള വിശദമായ പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. കിഫ്ബി പോലെയുള്ള കടമെടുപ്പുകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദേശീയപാത വികസനത്തിനായി ചെലവഴിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച് വരികയാണെന്നും അതിനുശേഷമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏറെ വിവാദമായ മുനമ്പം വഖഫ് ഭൂമി പ്രതിസന്ധിയെക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു. മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ സർക്കാർ വിശദമായി പരിശോധിക്കും. മുനമ്പത്ത് നിലവിൽ താമസിക്കുന്ന ജനങ്ങളെ ആരെയും അവിടെ നിന്ന് ഇറക്കിവിടില്ലെന്ന ശക്തമായ ഉറപ്പ് സർക്കാർ നൽകുകയാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വരാനിരിക്കുന്ന ഔദ്യോഗിക നടപടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയ പ്രതികാരവുമില്ലെന്നും തികച്ചും ഭരണപരമായ നടപടികൾ മാത്രമായിരിക്കും ഉണ്ടാവുകയെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പാർലമെന്റ് ഹൌസിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടന്ന 20 മിനിറ്റ് നീണ്ട ചർച്ചയിൽ അതിവേഗ റെയിൽപാത, തുറമുഖ വികസനം, വയനാട് പുനരധിവാസ ഫണ്ട് എന്നിവയിലൂന്നിയ സുപ്രധാന ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നതായിരുന്നു ഇരുവരും തമ്മിലുള്ള ഊഷ്മള കൂടിക്കാഴ്ച. കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ കനിവ് തേടിയുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര അതീവ നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വി ഡി സതീശന് സാധിച്ചു. വെറുമൊരു ഔപചാരിക സന്ദർശനത്തിന് അപ്പുറം കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതങ്ങളും പ്രത്യേക പാക്കേജുകളും നേടിയെടുക്കാനുള്ള കൃത്യമായ ഹോംവർക്കോടെയാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിയെ കണ്ടത്. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കേന്ദ്ര സംസ്ഥാന പോരിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി വികസന കാര്യങ്ങളിൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാനാണ് പുതിയ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. കേരളിന് പകരമായി പുതിയ സർക്കാർ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി സൗഹൃദ അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി വാങ്ങുക എന്നതായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ടകളിലൊന്ന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനവും ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ നവീകരണവും വഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനുള്ള സഹായവും മുഖ്യമന്ത്രി തേടിയിട്ടുണ്ടെന്നാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് 20 മിനിറ്റ് മാത്രമാണ് നീണ്ടുന്നത്. തുടർന്ന് ധനമന്ത്രിയും കണ്ടിട്ടുണ്ട്. കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. അതെന്തായാലും കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്.